ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. പറഞ്ഞല്ലേ ഇബ. അപ്പോൾ ഇന്ന് രാവിലെ നമുക്കത് അപ്പാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്നലെ രാത്രി തലേ ദിവസം നമ്മൾ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇന്ന് രാവിലെ ആട്ടി ചുടുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അരി ഇങ്ങനെ ആട്ടി ഒഴിക്കുകയാണ്. പിന്നെ നമ്മളെ ചായ ഇതവിടെ തിളച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. കട്ടൻ ചായയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ റിച്ചുനും പൊന്നൂനൊക്കെ സ്കൂളിലെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ലൈബ് ഞാനത് വോയിസ് കൊടുക്കുന്ന സമയത്ത് ലൈബ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ലൈബ് അങ്ങനെ ഓരോ സൗണ്ട് ഉണ്ടാക്കണതാണ് നിങ്ങൾ ആദ്യം കേട്ടത്. അപ്പോൾ നമ്മളെ ചായ ഇവിടെ റെഡി ആയിക്കണു. ഇനി നമുക്ക് അപ്പം ചൂടണം കേട്ടോ. പിന്നെ ഈ അപ്പത്തിൽക്കുന്ന് നമുക്ക് ഏതായാലും മുട്ട അങ്ങനെ വറുക്കാന്നാട്ടോ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് കുട്ടികൾക്ക് കൊടുത്തേക്കും ചെയ്യുക സ്കൂൾക്ക്. പിന്നെ ഈ അപ്പത്തിലേക്ക് കൂട്ടും ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ മുട്ട വറുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ റെഡിയാക്കി ഞങ്ങളിതാ ചട്ടിയിലിട്ടിരുന്നു. ഞാൻ ഇത് ആദ്യം ഉണ്ടാക്കണ സമയത്ത് എടുക്കാൻ മറന്നു കേട്ടോ, വീഡിയോ എടുക്കാൻ മറന്നു. അപ്പോൾ ഞാനിതാ ഒരുവിധമൊക്കെ ഇങ്ങനെ ആയതിന് ശേഷം ഇതാ വീഡിയോ ഏതായാലും എടുത്തുക്കണു. മുട്ടയൊക്കെ ഒഴിച്ച് പറഞ്ഞുക്കണു കേട്ടോ. ഇതിപ്പോൾ സാധാരണ നമ്മൾ ഉള്ളിയും തക്കാളിയും അങ്ങനെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അങ്ങനത്തെയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതായിരിക്കും മുട്ട ഒഴിച്ചു കൊടുത്തുക്കണു. ഇനിയിപ്പോൾ ഇതായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചായയും കൊടുത്ത് പോലെ സ്കൂൾക്ക് വിടുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോടാട്ടോ പറയണത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മുന്നോട്ടും ഇതുപോലെ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചായ കൂടി കഴിഞ്ഞു. പിന്നെ ഇതാ കറുകത്ത് തൻവി ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, തൻവി ലൈബൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓളിങ്ങനെ വന്നപ്പോൾ കറുകത്ത് പുളി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊടുന്നിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കൊടുന്ന കറുകത്താണ്. അപ്പോൾ ഏതായാലും ഇത് കുറച്ചെടുത്ത് നമുക്ക് ഉപ്പേരി വെക്കാം. പിന്നെ കറുകത്തച്ചാർ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ. ശരിക്കും കറുകത്തച്ചാർ ഉണ്ടാക്കിയ മാങ്ങ അച്ചാർ ഉണ്ടാക്കിയ പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ അച്ചാർ ഇടുന്ന വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാനിവിടെ അങ്ങനെ കറുകത്ത് നുറുക്കണ സമയത്ത് തൊലി കളയണ സമയത്ത് ലൈവ് അടുത്ത് കയറി നിൽക്കണം കേട്ടോ. ഓൾ ഓരോന്നും പറയുകയാണ്, ഫോണിലേക്ക് നോക്കിയിട്ട് ഓരോന്നും പറയുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഈ കറുകത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയട്ടെ കേട്ടോ. എന്നാൽ അമ്മ എല്ലാവരും കുക്ക് വെച്ചുണ്ട് കോക്കലോ അമ്മ കോക്ക കൈയെടുക്ക്. എന്റെ കയ്യെ വെച്ചോ, കയ്യെ വെച്ചോ, കയ്യെ വെച്ചോ, എന്റെ കയ്യെ വെച്ചോ. അതൊക്കെ കുറച്ച് വെള്ളാക്കണ്ട, അതൊക്കെ കുറച്ച് വെള്ളം. അപ്പം ഞാനിത് തൊലി ഇങ്ങനെ കളയേണ്ട ഇടയിൽ ലൈവ് ഇങ്ങനെ ഓരോന്നും പറയട്ടപ്പോൾ കുറച്ച് വർത്താനം കൂടിക്കുന്നുണ്ട്. വെറുതെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, വലിയ ആൾക്കാർ പറയണ പോലെ കേട്ടോ. അപ്പോൾ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവള്. അപ്പം ഏതായാലും ഞാൻ ബാക്കിയുള്ള തൊലി ഒന്ന് കളയട്ടോ. മാറും മാറും. കൈ വെക്കരുത് കേട്ടോ. കൈ വെക്കല്ല. അതിന്റെ കുടിക്കാല അതിന്റെ കുടിക്കൊല്ല. കുരു പോവാൻ പുറത്ത് പോവും. കുടിയാണ് കളിക്കുന്നത്. മാമിയാണ് കുടികൾ, മാമിയാണ് അപ്പോൾ ഞാൻ കറുകത്തൊക്കെ നോക്കിയിട്ട് അങ്ങനെ അടുപ്പത്ത് വെച്ചിരിക്കണു കേട്ടോ. കുക്കറിലാണ് ഇട്ടിക്കണത്. പിന്നെ ഇത് ബീട്രൂട്ട് ഏതായാലും ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും 2 ബീട്രൂട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എടുത്ത് നന്നാക്കണം കേട്ടോ. അത് കേടൊന്നും പോകണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഏതായാലും നുറുക്കിയിട്ട് എടുക്കട്ടെ.
അങ്ങനെ നമ്മൾ കറുകത്തത് ഞാൻ കുക്കറിലിട്ട് പറഞ്ഞില്ലേ ഇതാട്ടോ, ചെറിയ കുക്കറിലിട്ടിരിക്കണത്. പിന്നെ അതാ ബീട്രൂട്ട് ഇവിടെ നുറുക്കി വെച്ചുക്കണു. പിന്നെ അതിലേക്ക് തൂമിക്കാനുള്ള ഉള്ളി അതുപോലെ പച്ചമുളകും ഇവിടെ അരിഞ്ഞ് വെച്ചുക്കണു കേട്ടോ. ഇനി അത് വന്നതിന് ശേഷം നമുക്കിത് വേവിക്കണം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ കറുകത്തുപ്പേരി ഇതവിടെ തൂമിച്ചൊക്കെ റെഡിയാക്കിക്കണം കേട്ടോ. നമ്മളവിടേക്ക് തൂമിക്കുക കേട്ടോ പറയുക. അപ്പം ഞങ്ങൾ ഉപ്പേരി അങ്ങനെ കറുകത്തുപ്പേരി ഇവിടെ റെഡി ആക്കണം കേട്ടോ. പിന്നെ ഇനി ബീട്രൂട്ട് ഉപ്പേരി ഞാൻ കുക്കറിൽ വെച്ചുക്കണു. അത് ഒരു 2 വിസിൽ വന്നു കഴിഞ്ഞാൽ അത് ശരിയാവും കേട്ടോ. അപ്പം അങ്ങനെ ഇതാ അത് തൂമിക്കാനുള്ള ഉള്ളിയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇട്ടിക്കണത്. അങ്ങനെ ബീട്രൂട്ട് ഉപ്പേരി ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങനെ ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ തൂമിച്ചു. അപ്പോൾ ഇന്നത്തെ കൂട്ടാൻ ഇതാ കേട്ടോ, കറുകത്തുപ്പേരി, അതുപോലെ നമ്മളെ ഉണക്കമീൻ പൊരിച്ചത്, പിന്നെ ചീര താളിച്ചിക്കണം കേട്ടോ. ഞാനത് കാട്ടി തന്നിട്ടില്ല. ഇതാ ചീര താളിച്ചിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട് ഉപ്പേരിയാണ് കേട്ടോ ഇന്നത്തെ കൂട്ടാനുകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് നാളെ ഒരു കുട്ടിയെ കാണലുണ്ട് കേട്ടോ. അത് ചെറുപ്പശ്ശേരിയിലാണ്, ഉമ്മാൻ്റെ വീട്ടിലാണ്. അപ്പോൾ കുട്ടിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ കുട്ടിക്കുള്ളത് ഡ്രസ്സൊക്കെ എടുക്കണം വിചാരിച്ചിരിക്കണം. അപ്പോൾ ഇന്ന് വൈകിട്ട് ഞാനും ഉമ്മയും കൂടി ഡ്രസ്സ് എടുക്കാൻ പോകണം വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം. അങ്ങനെ ഞാനും ഉമ്മയും കൂടി ഇതാ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. വൈകുന്നേരം ഇക്കണൊരു 5 മണിയൊക്കെ ആയിക്കണം കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മയും കൂടി വേഗം ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.